ഐ റിമെമ്പർ വൺ കേസ്. പുള്ളി ഒരു ക്രിക്കറ്റ് പ്ലെയർ ആയിരുന്നു. പുള്ളിക്ക് ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പുള്ളി പുള്ളിയുടെ ഒരു മാച്ച് ഉണ്ട് ദുബായിലെങ്ങാനും. പുള്ളിക്ക് പോകാൻ വേണ്ടിയിട്ട് അതിന് മുമ്പ് റിക്കവർ ചെയ്യണം. സോ ഹി ഹാവ് ബാക്ക് പെയിൻ, നെക്ക് പെയിൻ എല്ലാം ഉണ്ട്. പുള്ളി അതുപോലെ എക്സോസ്റ്റ് ആണ്. അപ്പോൾ പുള്ളി ബാക്ക് പെയിൻ, നെക്ക് പെയിൻ നമ്മൾ ഇതുപോലെ EMS യൂസ് ചെയ്തു. ദെൻ പുള്ളിക്കൊട്ടും വയ്യ. അപ്പം ഞാൻ പറഞ്ഞു ഇൻഫ്രാറെഡ് സോണയും കോൾ പ്ലഞ്ചും ട്രൈ ചെയ്യാൻ പറഞ്ഞു. ആക്ച്വലി പുള്ളി ഇൻട്രസ്റ്റഡ് ആയിരുന്നില്ല. കാരണം ഇൻഫ്രാറെഡും കോൾ പ്ലഞ്ചും പുള്ളിയുടെ എക്സോസ്റ്റിംഗ് ലെവലിൽ ചെയ്യാമെന്ന് പറഞ്ഞാൽ പുള്ളിക്ക് ഭയങ്കര പാടായിരുന്നു. ബട്ട് സ്റ്റിൽ ഹി യൂസ് ടു ഡു. പുള്ളി ചെയ്ത ശേഷം പുള്ളി പോയി ഹി ഗെറ്റ് എ ഗുഡ് സ്ലീപ്പ്. നെക്സ്റ്റ് ഡേ ഭയങ്കരമായ എനർജി ആയിട്ട് പുള്ളി തിരിച്ചു വന്നിട്ട് പറഞ്ഞു പുള്ളിക്ക് ഈ 3 ഡേ കൂടി ഇത് ചെയ്യണമെന്ന്. ദെൻ ആ 3 ഡേയും പുള്ളി എന്താ പറയുക ഇൻഫ്രാറെഡും കോൾ പ്ലഞ്ചും ചെയ്ത് അതിനുശേഷം പുള്ളി മാച്ചിന് പോയി. പുള്ളി അതിനുശേഷം നമ്മളെ വിളിച്ചിരുന്നു. അതായത് വളരെ എനർജി ഉണ്ടായിരുന്നു, വളരെ നല്ല രീതിയിൽ ചെയ്യാൻ പറ്റും. ദെൻ ഹി യൂസ് ടു കം റെഗുലർ. ഹി വാസ് എ റെഗുലർ കസ്റ്റമർ വൺസ് ഇൻ എ വീക്ക്.